സ്വാഗതം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ 11 അപ്ഡേറ്റ്സാണ് ഇന്ന് അറിയിക്കാനുള്ളത്. റാങ്ക് ലിസ്റ്റ് 5, ഷോർട്ട് ലിസ്റ്റ് 4 ഉൾപ്പെടെ 9 ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇൻ്റർവ്യൂ അറിയിപ്പ് 1, ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പ് 1. ആദ്യം റാങ്ക് ലിസ്റ്റ്. പാലക്കാട് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഫസ്റ്റ് NCA ഹിന്ദു നാടാർ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 215/2023. അടുത്ത റാങ്ക് ലിസ്റ്റ് തൃശ്ശൂർ ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ 705/2023. അടുത്ത റാങ്ക് ലിസ്റ്റ് സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആംബുലൻസ് അസിസ്റ്റൻറ്റ് കാറ്റഗറി നമ്പർ 261/2022. അടുത്ത റാങ്ക് ലിസ്റ്റ് പബ്ലിക് വർക്ക്സ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓവർസിയർ ഗ്രേഡ് സെക്കൻഡ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് സെക്കൻഡ് ഇലക്ട്രിക്കൽ. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. ഓട്ടോകാസ്റ്റ് ലിമിറ്റഡിലേക്ക് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 4 കാറ്റഗറി നമ്പർ 700/2022. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിൽ 17 പേർ മെയിൻ ലിസ്റ്റിലും 17 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്. അടുത്തതൊരു ഓൺ ടൈം വെരിഫിക്കേഷൻ അറിയിപ്പാണ്. ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജനറൽ ഫിസിയോതെറാപ്പിസ്റ്റ് കാറ്റഗറി നമ്പർ 524/2023. ആരോഗ്യ വകുപ്പിൽ ജനറൽ ഫിസിയോതെറാപ്പിസ്റ്റ് കാറ്റഗറി നമ്പർ 524/2023 എന്ന തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട PCN ലഭിക്കാത്ത 36 ഉദ്യോഗാർത്ഥികളുടെ ഒറ്റത്തവണ പ്രമാണ പരിശോധന 19/3/2025 തീയതിയിൽ 10:30 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ മെസ്സേജ്, മൊബൈൽ SMS എന്നിവ മുഖേന അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അറിയിപ്പ് ലഭിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥലത്തും സമയത്തും വെരിഫിക്കേഷന് ഹാജരാകേണ്ടതാണ്. അറിയിപ്പ് ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ GR ഫസ്റ്റ് C സെക്ഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047125463225. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് പോളിടെക്നിക്സ് ഇൻക്ലൂഡിംഗ് റെസിഡൻഷ്യൽ വിമൻ പോളിടെക്നിക് കോളേജ് പയ്യന്നൂർ ആൻഡ് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് നെയ്യാറ്റിൻകര കാറ്റഗറി നമ്പർ 126/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 25ആണ്. ലിസ്റ്റിലാകെ 44 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 15 പേർ മെയിൻ ലിസ്റ്റിലും 28 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്ത ഷോർട്ട് ലിസ്റ്റ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് മാനേജർ സെക്കൻഡ് NCA OBC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 545/2023. ഇതും ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. അടുത്തതൊരു റാങ്ക് ലിസ്റ്റാണ്. കോട്ടയം ജില്ലയിലേക്ക് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നേഴ്സ് ഗ്രേഡ് സെക്കൻഡ് ആയുർവേദ ഫസ്റ്റ് NCA മുസ്ലിം വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 742/2023. അടുത്തതൊരു ഇൻ്റർവ്യൂ അറിയിപ്പാണ്. അസിസ്റ്റന്റ് മാനേജർ ഫസ്റ്റ് NCA ഈഴവ തീയ ബില്ലവ വിഭാഗക്കാർക്കായി, അസിസ്റ്റന്റ് മാനേജർ ഫസ്റ്റ് NCA SC വിഭാഗക്കാർക്കായി ഡിപ്പാർട്ട്മെൻറ്റ് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കാറ്റഗറി നമ്പർ 637/2023, 726/2023, 727/2023. കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് മാനേജർ കാറ്റഗറി നമ്പർ 637/2023. അസിസ്റ്റൻറ്റ് മാനേജർ ഫസ്റ്റ് NCA ഈഴവ ബില്ലവ തീയ വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 726/2023. അസിസ്റ്റൻറ്റ് മാനേജർ ഫസ്റ്റ് NCA SC വിഭാഗക്കാർക്കായി കാറ്റഗറി നമ്പർ 727/2023 എന്നീ തസ്തികകളുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള അഭിമുഖം
9/4/2025 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആസ്ഥാന ഓഫീസിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഉദ്യോഗാർത്ഥികൾക്കുള്ള SMS, പ്രൊഫൈൽ മെസ്സേജ് എന്നിവ നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂ മെമ്മോ അവരവരുടെ പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതും അതോടൊപ്പമുള്ള വ്യക്തി വിവരക്കുറിപ്പ് പൂരിപ്പിച്ച് ഡോക്യുമെൻറ്റുകളുടെ അസൽ പ്രമാണങ്ങളുമായി ഹാജരാകേണ്ടതുമാണ്. ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആസ്ഥാന ഓഫീസിലെ CR ഫസ്റ്റ് വിഭാഗവുമായി ബന്ധപ്പെടേണ്ടതാണ്. അടുത്തതൊരു ഷോർട്ട് ലിസ്റ്റാണ്. ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലേക്ക് ഡെപ്യൂട്ടി മാനേജർ ടെക്നിക്കൽ കാറ്റഗറി നമ്പർ 676/2023. പ്രസ്തുത ഷോർട്ട് ലിസ്റ്റിലെ കട്ട് ഓഫ് മാർക്ക് 63.33. ലിസ്റ്റിലാകെ 70 പേർ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 പേർ മെയിൻ ലിസ്റ്റിലും 60 പേർ സപ്ലിമെൻ്ററി ലിസ്റ്റിലുമാണ്. അടുത്തതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് അഡ്വൈസ് ചെയ്ത തസ്തികയും ഡിപ്പാർട്ട്മെൻറ്റും പരിചയപ്പെടാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഹെഡ് ഓഫീസിൽ നിന്നും വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കെയർ ടേക്കർ ഫീമെയിൽ ഫസ്റ്റ് NCA മുസ്ലിം വിഭാഗക്കാർക്കായി. ഹെഡ് ഓഫീസിൽ നിന്നും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2, ഡെമോൺസ്ട്രേറ്റർ, ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഹെഡ് ഓഫീസിൽ നിന്ന് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇൻസ്ട്രക്ടർ ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫിസിക്കൽ ഇൻസ്ട്രക്ടർ. ഹെഡ് ഓഫീസിൽ നിന്ന് KSRTC KSFDC ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ജൂനിയർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. കോട്ടയം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. ഇടുക്കി ജില്ലയിലേക്ക് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2, പോൾട്രി അസിസ്റ്റൻറ്റ്, മിൽക്ക് റെക്കോർഡർ, സ്റ്റോർ കീപ്പർ, എന്യൂമറേറ്റർ. ഇടുക്കി ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ ഗ്രേഡ് 2 LDV. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ. കാസർഗോഡ് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് മാത്തമാറ്റിക്സ് കന്നഡ മീഡിയം. ഹെഡ് ഓഫീസിൽ നിന്ന് കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ്. ഹെഡ് ഓഫീസിൽ നിന്നും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിലേക്ക് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ. ഹെഡ് ഓഫീസിൽ നിന്നും കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഫോർ SC ആൻഡ് ST ലിമിറ്റഡിലേക്ക് ഡിസ്ട്രിക്ട് മാനേജർ. കാസർഗോഡ് ജില്ലയിലേക്ക് കേരള പോലീസ് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹവീൽദാർ, ആംഡ് പോലീസ് ബറ്റാലിയൻ, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം ST ഉള്ളി. കോട്ടയം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് കാറ്റഗറി നമ്പർ 725/2022, 726/2022. കോട്ടയം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡ്രൈവർ ഗ്രേഡ് 2 LDV, ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡൻറ്റ് LDV കാറ്റഗറി നമ്പർ 19/2021, 20/2021. കാസർഗോഡ് ജില്ലയിലേക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് LP സ്കൂൾ അസിസ്റ്റൻറ്റ് കന്നഡ. എറണാകുളം ജില്ലയിലേക്ക് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്. വയനാട് ജില്ലയിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. ഹെഡ് ഓഫീസിൽ നിന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മോർച്ചറി ടെക്നീഷ്യൻ ഗ്രേഡ് 2, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഉള്ളി. മലപ്പുറം ജില്ലയിലേക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. കാസർഗോഡ് ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2. ഹെഡ് ഓഫീസിൽ നിന്നും കേരള സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിലേക്ക് ലൈബ്രറിയൻ ഗ്രേഡ് 3. ഹെഡ് ഓഫീസിൽ നിന്നും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ഡ്രൈവർ, ട്രെയിനി. ഹെഡ് ഓഫീസിൽ നിന്ന് KSFE KSEB ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ജൂനിയർ അസിസ്റ്റൻറ്റ്, കാഷ്യർ, അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2. ഹെഡ് ഓഫീസിൽ നിന്നും ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം എമംഗ് ST ഉള്ളി. ഹെഡ് ഓഫീസിൽ നിന്നും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്, സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫ്രം SC ST ആൻഡ് ST ഉള്ളി. എറണാകുളം ജില്ലയിലേക്ക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. നമസ്കാരം.